ഗംഗേ, നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. എനിക്കിത് കേട്ടിട്ട് പേടിയാവുന്നു. ആ സത്യം എന്നായാലും ഗംഗ അറിഞ്ഞല്ലേ തീരുള്ളൂ. അതിന് പറ്റിയ അവസരം ഇത് തന്നെയാണ്. അമ്മയ്ക്കും അവൾ തന്നെയായിരുന്നല്ലോ തിരിവെച്ചിരുന്നത്. അവളുടെ പെറ്റമ്മ അല്ലാഞ്ഞിട്ട് കൂടി മറ്റാരും അത് ചെയ്യാൻ അവൾ സമ്മതിച്ചിട്ടേ ഇല്ല. കഞ്ചനാമ്മ അതിനവളെ എത്രമാത്രം വഴക്കം പറഞ്ഞിരിക്കുന്നു. ഗംഗേ, നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. എനിക്കിത് കേട്ടിട്ട് പേടിയാവുന്നു. എന്തിനാ ശ്യാമേട്ടൻ പേടിക്കുന്നത്? അന്ന് അച്ഛൻ ഇതേപോലെ ശ്യാമേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് മരിച്ചുപോയതുപോലെ ഞാനും പോവെന്ന് ഓർത്തിട്ടാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല ശ്യാമേട്ട. ശ്യാമേട്ടന് ഒരു കുഞ്ഞിനെ തന്നിട്ടേ ഞാൻ മരിക്കൂ. ഞാൻ കരുതി രണ്ടാളും നല്ല ഉറക്കമായിരിക്കുന്നു. ശ്യാം സാറിനെ ഡോക്ടർ തിരക്കി. ലളിത ഡോക്ടറെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പറഞ്ഞു. ഡോക്ടർ ഇപ്പൊ മുറിയിലുണ്ട്. കണ്ടോളാം. അനുപം പൊയ്ക്കോ. എന്നാ ശരി സാറേ. പിടിപ്പത് പണി കിടക്കുന്നു. എന്താ ശ്യാമേട്ട? ചിലപ്പോ ഡിസ്ചാർജിന്റെ കാര്യം പറയാനായിരിക്കും. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ ശ്യാം, ഗംഗയുടെ ഈ ചെറിയ ചേഞ്ച് പോലും നമുക്കൊരു നല്ല സൂചനയാ തരുന്നത്. ഇനിയെല്ലാം ശ്യാമിന്റെ കൈകളിലാ. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? പഴയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ ഗംഗയിൽ കണ്ട ഈ മാറ്റം പോലെ തന്നെ മറ്റു പല ഘടകങ്ങളും ഗംഗയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ഗംഗയുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനിൽ ഏതായാലും മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് കരുതി ഈ സ്പാർക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യുകയും അരുത്. പിന്നെന്താണ് ഡോക്ടർ നമുക്ക് ചെയ്യാൻ കഴിയുക? അതായത് ഇതിന് സമാനമായ മറ്റു ചിലതുകൂടി നമ്മൾ പരീക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ? കുട്ടിയുടെ വിയോഗമാണല്ലോ ഗംഗയെ ഈ അവസ്ഥയിലാക്കിയത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സാമീപ്യം തന്നെയാകാം മറ്റേതിനേക്കാളും ഗുണം തരിക എന്നെനിക്ക് തോന്നുന്നു. അതിനെന്താ, വീട്ടിൽ ചെന്നാലും ശാലിനിയുടെ കുഞ്ഞുണ്ടല്ലോ ഡോക്ടർ. മുന്നു അവനെ ഗംഗയ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഉണ്ടാകണമെന്നില്ല മിസ്റ്റർ ശ്യാം. ശരീരത്തെക്കാൾ ഉപരി ഗംഗയുടെ മനസ്സാണ് ഏറെ തളർന്നിരിക്കുന്നത്. ആ മനസ്സിൽ പ്രതീക്ഷകൾ കൊടുത്ത് ഉണർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മുന്നു ഗിരിയുടെയും ശാലിനിയുടെയും കുഞ്ഞാണെന്ന ബോധം ഗംഗയുടെ ഉപബോധ മനസ്സിൽ ഉറച്ചിരിക്കുന്ന കാലത്തോളം എത്രയൊക്കെ ഗംഗ അവനെ സ്നേഹിച്ചാലും ഒരന്യതാബോധം നിലനിൽക്കുക തന്നെ ചെയ്യും. ഐ മീൻ തന്റേതല്ല എന്ന ബോധം. ഇനി അഥവാ ഗംഗയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയുടെ അനിശ്ചിതാവസ്ഥ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനെതിരായി ഗംഗ മുന്നുവിനെ സ്വന്തം കുഞ്ഞായി സങ്കല്പിച്ച് സ്നേഹിക്കുന്നു എന്നിരിക്കട്ടെ. ഭാവിയിൽ അതൊരു പക്ഷേ കൂടുതൽ അപകടകരമായി തീർന്നെന്നും വരാം. അതെങ്ങനെയാണ്? സ്വന്തം അമ്മയോടുള്ളത്ര സ്നേഹം ഏതായാലും ഒരു കുട്ടിക്കും മറ്റൊരു സ്ത്രീയോടുണ്ടാകാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുന്നുവിന് ശാലിനിയോടുള്ള അടുപ്പം ക്രമേണ ഗംഗയ്ക്ക് സഹിക്കാനാവാതെ വരും. രോഗാവസ്ഥയിലുള്ള മനസ്സിൽ സ്നേഹത്തിന്റെ മൂർത്തിഭാവം സ്വാർത്ഥതയാണ് ശ്യാം. അങ്ങനെ വരുമ്പോൾ ശാലിനിയോട് ഗംഗയ്ക്ക് വൈരാഗ്യം ഉണ്ടാകും. അത് ചിലപ്പോ പല ദുരന്തങ്ങൾക്കും കാരണമായെന്നും വന്നേക്കാം. പിന്നെ ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ആദ്യം ശ്യാം ചെയ്യേണ്ടത് ഗംഗയ്ക്ക് ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന സത്യം അവളെ ധരിപ്പിക്കുക എന്നതാണ്. ഡോക്ടർ, അത് ആ സത്യം എന്നായാലും ഗംഗ അറിഞ്ഞല്ലേ തീരുള്ളൂ. അതിന് പറ്റിയ അവസരം ഇത് തന്നെയാണ്. ഞാൻ
അത് ഗംഗയോട് എങ്ങനെയാ? പേടിക്കണ്ട ശ്യാം, ഇതിൽ കൂടുതൽ ഷോക്ക് എന്തായാലും ഗംഗയ്ക്ക് വരാനില്ലല്ലോ. അതുകൊണ്ട് ഈ അവസരം തന്നെ അതിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് എന്താ ഡോക്ടർ കാര്യം? കാര്യമുണ്ട്. തനിക്കിനി ഒരിക്കലും പ്രസവിക്കാനാകില്ല എന്ന സത്യത്തോട് ഗംഗ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു. പിന്നെ എത്രയും വേഗം ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ദത്തെടുക്കാനോ? അതെ, ആരും അവകാശം പറഞ്ഞു വരാനില്ലാത്ത അനാഥയായ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക. ഐ എം ഷുവർ അതിലൂടെ ഗംഗ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഗുഡ് മോർണിംഗ് ഡോക്ടർ ആൻഡി. ഗുഡ് മോർണിംഗ്. ഹായ് അങ്കിൾ. ഹായ്. ആഹാ, കാന്താരിയെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ഈ ഡോക്ടർ ആൻഡി എപ്പോഴും പറയുന്നത് ഇതന്നെ. ചുമ്മാ പറയുന്നേ അങ്കിളെ. ആൻഡി എന്ത് ചെയ്യും അങ്കിളെ? ആന്റി ഈ മുറിയിലുണ്ട്. പക്ഷെ കുഞ്ഞാവ് എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഞാൻ കൂട്ടില്ല. അപ്പോഴേ കാന്താരി പെണ്ണ് വാർഡിലൊക്കെ പോയി എല്ലാരെയൊക്കെ ഒന്ന് കണ്ടു ചുറ്റിയടിച്ചിട്ടൊക്കെ വാ. അപ്പോഴേക്ക് ഡോക്ടർ ആൻറ്റി ഫ്രീ ആയിരിക്കാം. എന്താ? ആ, പക്ഷേ കുസൃതിയൊന്നും ഒപ്പിക്കരുത് കേട്ടോ. പക്ഷെ കടങ്ങത് ചോദിക്കാവോ? ഓ, അതൊക്കെ ആവാം. ബൈ അങ്കിൾ. ബൈ. നല്ല മിടുക്കി കുട്ടിയല്ലേ ശ്യാം? ഈ കുഞ്ഞിനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? അനാഥയാണ്. മദറും ക്ലാരയും മറ്റും സമ്മതിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും അതൊരു സൗഭാഗ്യമാകില്ലേ ശ്യാം? ഗംഗയ്ക്കും സ്നേഹമോളെ ഇഷ്ടമാണല്ലോ. നന്നായി ആലോചിക്കൂ ശ്യാം. ബോ. ആൻഡി പെടുത്തേ, സ്നേഹമുള്ള ആൻഡി പെടുത്തേ. വേണ്ട ആൻഡി, ചിരിക്കണ്ട. സ്നേഹമോൾക്ക് കുഞ്ഞാവെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നില്ലല്ലോ. സ്നേഹമോള് പിണക്ക. കുഞ്ഞാവ എവിടെ ആൻഡി? ആൻഡി എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ? കുഞ്ഞാവെ പിള്ളേരെ പിടുത്തക്കാരെ പിടിച്ചോണ്ടോയോ? അയ്യേ, ആൻഡി എന്തിനാ കരയുന്നേ? വലിയ ആൾക്കാര് കരയാൻ പാടുണ്ടോ? ഷേം ഷേം ഷേം. ഇത് മോളെടുത്തോ. എന്തിനാ? ഇത് കുഞ്ഞാവിക്കടക്കാൻ സ്നേഹമുള്ള തന്നതല്ലേ? കുഞ്ഞാവ കുഞ്ഞാവ പോയി മോളെ. ഈ ആന്റിയെ പോലെ ഒന്നും കാണാതെ കുഞ്ഞാവ പോയി. എവിടെ ആൻഡി? കുഞ്ഞാവ എങ്ങോട്ടാ പോയേ? അങ്ങ് ദൂരെ ദൈവത്തിന്റെ അടുത്തേക്ക്. അങ്കിൾ, അങ്കിളെ, ദേ ആൻഡി കരയുന്നു. വാ അങ്കിളെ, ആൻഡിയുടെ കരയുണ്ടെന്ന് പറ. കുഞ്ഞാവെ കണ്ണത്തോണ്ട് ആൻഡി കരയുന്നു. എന്താ ഇത്? ആൻഡിയെ കാണാതെ ദൈവത്തിന്റെ അടുത്ത് പോയ കുഞ്ഞാവയ്ക്ക് ഇനി ഒരു നല്ല അടി കൊടുക്കണം കേട്ടോ അങ്കിളെ. അയ്യോ, സ്നേഹമുള്ള പോവാ. ക്ലാരമ്മ തിരക്കും.
ഗംഗയ്ക്ക് ഇഷ്ടാണോ? ആണോ? പാവൊരു അനാഥക്കുട്ടി അവള്. അനാഥാലയത്തിന്റെയും കന്യാസ്ത്രീ മഠത്തിന്റെയും ഒക്കെ ഇടുങ്ങിയ ചുവരുകൾക്കുള്ളില് ഹോമിക്കപ്പെടാനാവാം ഒരുപക്ഷെ അവളുടെയും വിധി. ബാല്യത്തിന്റെ ഈ മായാലോകത്ത് അവളിപ്പോ മറ്റൊന്നും അറിയുന്നില്ല. എന്നാൽ തിരിച്ചറിവുകളുടെ ആദ്യ നാളുകളിൽ അവളുടെ മനസ്സിൽ മുറിവുകൾ വീണു തുടങ്ങും. അവൾ കണ്ടിട്ടില്ലാത്ത മാതാപിതാക്കളെ ഓർത്ത് കരയും. അവരെ കാണാൻ കുതിക്കും. ഉള്ളുപിടഞ്ഞ് അവൾ അവരെ ശപിക്കും. ഈ നിഷ്കളങ്കതയും കളിയും ചിരിയും സന്തോഷവും സ്പാർട്ട്നസും എല്ലാം അവളിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടും. പാവം സ്നേഹ. അവള് ജീവിത യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്വയം ഉൾവലിയും. ചിലപ്പോ ഒരു അധ്യാപിക, അല്ലെങ്കിൽ നേഴ്സ്, അതും അല്ലെങ്കിൽ കന്യാസ്ത്രീ, അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിഫോമിൽ ആ ജീവിതം ഒടുങ്ങും. മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അതോടെ ആ യൂണിഫോമിൽ മൂടപ്പെടും. ശ്യാമേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് അവളെ രക്ഷിച്ചാലോ ഗംഗേ? എങ്ങനെയാ ശ്യാമേട്ട? അവളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്തിന്? വളർത്താൻ. നമ്മുടെ സ്വന്തം മോളായിട്ട് വളർത്താം. ശ്യാമേട്ടൻ ഇത് എന്ത് പറ്റി? ഗംഗേ, ഈശ്വരൻ നമ്മളെ രണ്ടാളെയും വെറുതെ ഒരുപാട് കൊതിപ്പിച്ചിട്ട് നമ്മുടെ കുഞ്ഞിന്റെ മുഖം പോലും ഒന്ന് കാട്ടിത്തരാതെ തിരികെ കൊണ്ടുപോയി. ഇനിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ വയ്യ ഗംഗേ. നിന്റെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കിയാൽ ഇനി ഒരിക്കൽ കൂടി ഇതൊക്കെ ആവർത്തിച്ചാൽ ശ്യാമേട്ട, വേണ്ട ഗംഗേ. നമുക്ക് നമ്മുടേതായി ഇനി ഒരു കുഞ്ഞു വേണ്ട. ഡോക്ടറും അങ്ങനെ തന്നെ പറയുന്നത്. ശ്യാമേട്ട, ഇനി എന്റെ ഗംഗ വേദന തിന്നുന്ന കാണാൻ എനിക്ക് വയ്യ. നമുക്ക് ആ സ്നേഹമോടെ ദത്തെടുത്ത് വളർത്താം. നമ്മുടെ സ്വന്തം കുഞ്ഞായി നമുക്ക് അവളെ വളർത്താൻ ഗംഗേ. ഗംഗേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ ഗംഗേ? എന്താണെങ്കിലും നീ എന്നോട് പറ. ഞാൻ ഇനി ഒരിക്കലും